കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവറായ മലയാളി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്നും അരുൺ പോപ്പറമ്പയുമാണ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത്, ഈ കർണാടക മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരറിഞ്ഞോ? അവർ എന്ത് പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്? വേണു, അക്കാര്യങ്ങൾ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ അവിടേക്ക് പോയവർ, അതായത് ഇവിടെ നിന്ന് അവിടേക്ക് പോയവർ നൽകുന്ന മറുപടി അല്ലെങ്കിൽ അവരുടെ പ്രതികരണം അത്ര ആശാവഹമല്ല. കാരണം ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തുന്നില്ല എന്നാണ് അവിടേക്ക് പോയവർ വ്യക്തമാക്കുന്നത്. കാരണം ഇതൊരു പാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണിട്ടുള്ളത്. അവർ സംശയിക്കുന്ന ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ഭാഗത്തല്ല നിലവിൽ ഈ പ്രവർത്തനങ്ങൾ, ഈ മണ്ണുമാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ഇവിടെ നിന്ന് ഈ പ്രദേശത്തേക്ക് പോയവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മണ്ണുമാറ്റൽ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത് എന്നാണ് അവിടേക്ക് പോയവർ വ്യക്തമാക്കുന്നത്. അതിനാൽ ആ കാര്യത്തിൽ കൂടി, അതായത് അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അതിനടിയിൽ അർജുൻ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്ന ആവശ്യം കുടുംബം ശക്തിയായി പറയുന്നുണ്ട്. കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ രാവിലെ വ്യക്തമാക്കിയതാണ്. പക്ഷെ അതിന്റെ ഒരു പ്രതിഫലനമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ അവിടെ ഉള്ളവരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഈ വാഹനത്തിന്റെ ഉടമ അവിടേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ അർജുന്റെ സഹോദരിയുടെ ഭർത്താവും ഈ പ്രദേശത്തേക്ക്, ഈ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായി എന്ന് കരുതുന്ന പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അവർ നൽകുന്ന മറുപടി ഇപ്രകാരം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ അർജുന്റെ മൊബൈൽ റിങ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് വിളിച്ചപ്പോൾ മൊബൈൽ റിങ് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. ഒപ്പം തന്നെ ഈ GPS ലൊക്കേറ്റ് ചെയ്യാനും നിലവിൽ സാധിക്കുന്നില്ല. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു വിവരം ഭാരത് ബെൻസ് കുടുംബത്തെ അറിയിക്കുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്, പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ പറയുന്നതനുസരിച്ച് 50% ഇന്ധനം ഈ വാഹനത്തിൽ ബാക്കിയുണ്ട്, അവശേഷിക്കുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഈ സുരക്ഷിതമായി ഈ മണ്ണിനടിയിൽ വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടാകാനാണ് ഏറ്റവും വലിയ സാധ്യത. അത് തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുന്ന പ്രതീക്ഷയും. ഇവർ ഈ അർജുനെ അവസാനമായി വിളിച്ച് സംസാരിക്കുന്നത് ഇക്കഴിഞ്ഞ 15-നാണ്. അതിനുശേഷം പിന്നീട് 16-ന് ഇവർ വിളിക്കുന്നു. പക്ഷേ അപ്പോൾ അർജുൻ ഫോൺ എടുക്കുന്നില്ല, ഫോൺ റിങ് ചെയ്യുക മാത്രമാണ്. അപ്പോൾ ഈ 16-നാണ് സമീർ എന്ന അർജുന്റെ സുഹൃത്ത് കുടുംബത്തെ വിളിക്കുന്നത്. സമീർ പറയുന്നത്, ഈ രീതിയിൽ ഒരു അപകടം ഈ അർജുൻ ലോഡെടുക്കാൻ പോയ പാതയിൽ ഉണ്ടായിട്ടുണ്ട്, അങ്കോളയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അപകടം നടന്ന ആ പ്രദേശത്തിന്റെ അപ്പുറത്താണ് അർജുൻ എത്തിയത് എങ്കിൽ 2-3 ദിവസം തിരിച്ചു വരാൻ അർജുൻ ലേറ്റ് ആകും. പക്ഷെ ഇപ്പുറത്താണെങ്കിൽ അർജുൻ വേഗം മടങ്ങിയെത്തും. ഒരു പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ ബന്ധപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ബന്ധുക്കളെ ഈ സമീർ എന്ന അർജുന്റെ സുഹൃത്ത് അറിയിക്കുന്നു. പിന്നീട് പലതവണ ബന്ധുക്കൾ അർജുനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയം ഇവർക്കുണ്ടാവുകയും ഇവർ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുകയും ചെയ്തത്. പിന്നീടാണ് ഈ GPS ലൊക്കേഷനൊക്കെ ഉപയോഗിച്ച് GPS-ന്റെ ഒക്കെ സഹായത്തോടുകൂടി ഇങ്ങനെയുള്ളൊരു സംശയത്തിലേക്ക്, ഇങ്ങനെയൊരു അനുമാനത്തിലേക്ക് കുടുംബം എത്തിയത്. ആ രീതിയിൽ തങ്ങളുടെ ആശങ്ക ആ പ്രദേശത്തെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലടക്കം അറിയിച്ചു എന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ ആ രീതിയിലുള്ള യാതൊരുവിധ പ്രതികരണവും ഒരു സഹായവും പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എങ്കിൽ, അർജുന്റെ വാഹനം ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ വളരെ ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കേണ്ടത്, അതിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നടക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ആ രീതിയിൽ യാതൊരുവിധ ഇടപെടലും നടന്നിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോഴും ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. ഇതിനൊരു മറുപടിയായി, ഇതിന്റെ കാരണമായി അവിടെയുള്ളവർ പറയുന്നത് പ്രതികൂല കാലാവസ്ഥയാണ്, മഴയുണ്ട്. അതിനാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ നിലവിൽ സാധ്യമല്ല എന്നുള്ള മറുപടിയാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ ഈ കുടുംബാംഗങ്ങളോട് പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഏത് പ്രതികൂല കാലാവസ്ഥയെയും മറികടന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ, ഏത് രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മുടെ കൈവശം അല്ലെങ്കിൽ ആ അധികൃതരുടെ കൈവശം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങൾ തേടാനുള്ള സാധ്യതയും നിലനിൽക്കും.
ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യം തന്നെയാണ് കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ ഉൾപ്പെടെ, കർണാടക സർക്കാരിന്റെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വേഗത്തിൽ നടത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കണമെന്ന ആവശ്യം കുടുംബം ശക്തിയായി ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ MK രാഘവൻ MPയും ഒപ്പം ഗതാഗത മന്ത്രി, സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടാം, കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഒരു അമാന്തം ഉണ്ടാകാൻ പാടില്ല. കാരണം വളരെ വേഗത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടത്തേണ്ടതുണ്ട്. അതിന്റെ ആവശ്യം ഏതായാലും നമുക്കത് വളരെ വ്യക്തമാണ്. ഈ ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരത് ബെൻസ് ആ രീതിയിലുള്ള ഒരു സന്ദേശം അറിയിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ആശാവഹമായ കാര്യം തന്നെയാണ്. ഭാരത് ബെൻസ് ആ ഒരു വാഹനം, ഭാരത് ബെൻസിന്റെ വാഹനത്തിലാണ്, ആ ലോറിയിലാണ് ഈ ലോഡ് എടുക്കുന്നതിനായി അർജുൻ പോയത്. വളരെ അത് ആ മണ്ണ് ഒരുപക്ഷെ ഈ വാഹനത്തിന് മുകളിലേക്ക് പതിച്ചാൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു വാഹനം കൂടിയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്ന് സുരക്ഷിതമായി കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു വാഹനം നശിച്ചു പോകാതെ അവിടെ സുരക്ഷിതമായി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഈ വാഹനത്തെ പുറത്തെത്തിക്കാനുള്ള നീക്കം, വളരെ വേഗത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള ആവശ്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഏതായാലും കർണാടകയിൽ നിന്നുള്ള കർണാടക സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടും, വളരെ വേഗത്തിൽ തന്നെ ഇടപെടലും അവരുടെ ഇടപെടൽ ഉറപ്പാക്കുമെന്നാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളും വ്യക്തമാക്കുന്നത്. പക്ഷേ അതിലൊരു അമാന്തം ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വേഗക്കുറവ് അതിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.